ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. വളരെ തിരക്ക് പിടിച്ചൊരു ഹൈവേയിൽ ഞാൻ ഉള്ളത് കേട്ടോ. അതായത് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലെ നമ്മൾ എറണാകുളം ടു കോയമ്പത്തൂരൊക്കെ പോകുന്ന തിരക്ക് പിടിച്ചൊരു ഹൈവേ. ഈ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാവർക്കും അറിയാം, ലുലു മാൾ അറിയാമായിരിക്കും അല്ലേ. എന്തായാലും വളരെ അടുത്ത, അതായത് നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ലുലു മാളിൽ നിന്ന് വളരെ അടുത്തുള്ള, അതേപോലെ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജ് വരുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്താണ്. ഏകദേശം ഒരു 500 മീറ്റർ അല്ലേ, അത്രയേ ഉള്ളൂ, ഒരു 1/2 കിലോമീറ്ററിൽ താഴെ. അതായത് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെയും പാലക്കാട് ലുലു മോളിൻ്റെയും കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നല്ല ഒരു അടിപൊളി, എന്താ പറയുക, ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ അന്വേഷിക്കുന്ന, കൂടുതൽ നമ്മൾക്ക് എൻക്വയറി വരുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റുള്ള വീടുകളും സ്ഥലങ്ങളും തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ചാത്തൻകുളം ഗാർഡൻസിലാണ്. ചാത്തൻകുളം ഗാർഡൻസിലെ വളരെ മനോഹരമായ വില്ലകളും വീടുകളും നിരവധി പ്രോജക്റ്റുകളും നമുക്ക് കാണാൻ കഴിയും. ചാത്തൻകുളം ഗാർഡൻ എന്ന് പറയുമ്പോൾ പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കുറഞ്ഞ വിലയിലുള്ള, കുറഞ്ഞ സ്ഥലത്തുള്ള ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു വെസ്റ്റേൺ മോഡൽ വീട് കേട്ടോ. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ നേരിട്ട് പോയിട്ട് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ വില്ലയുടെ മുന്നിലെത്തിക്കുക കേട്ടോ. അതായത് കറക്റ്റായി പറയുകയാണെങ്കിൽ നമ്മുടെ ചാത്തൻകുളം ഗാർഡനിലെ ബ്ലോക്ക് 2 യൂറോപ്യൻ വില്ല നമ്പർ 2 മുന്നിൽ നമ്മളുള്ളത്. ഒരുപോലത്തെ മനോഹരമായ കൊച്ചു കൊച്ചു വില്ലകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിറയെ കാണാൻ കഴിയില്ലേ. ചാത്തൻകുളം ഗാർഡനിൽ മുഴുവൻ നമുക്ക് നടന്ന് കാണിക്കാനൊന്നും പറ്റില്ല, കാരണം കുറേ അധികം അല്ലേ ഇൻഡിപെൻഡൻറ്റ് വില്ലകളുണ്ട് അല്ലേ, വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ ഒരുപാടാണ്. നമുക്ക് ഈ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ കൺഫ്യൂഷൻ അത്രത്തോളം അല്ലേ. വൈകിട്ടും രാവിലെയൊക്കെ നമുക്കറിയാം അല്ലേ, ഒരു മോർണിംഗ് വാക്കിനും അതുപോലെ തന്നെ ഈവനിങ് വാക്കിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ക്ലൈമറ്റാണ് അല്ലേ. വളരെ ശാന്തമായ ആ ഒരു ഹൈവേയിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലമാണെങ്കിൽ കൂടി ഹൈവേയിൽ യാതൊരു തിരക്കോ ബഹളമോ നമുക്ക് ഇങ്ങോട്ടില്ല അല്ലേ. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കാണിക്കാം അല്ലേ. നമ്മൾ വളരെ ലെങ്തി വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 സെൻറ്റിൽ താഴെയാണ്, 2 സെൻറ്റിനോട് അടുത്ത് കാണും. വളരെ മനോഹരമായ, അതല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ അല്ലേ. ഏതൊരു വലിയ വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും. ഈ വില്ലയുടെ, യൂറോപ്യൻ വില്ലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ്. അതായത് നമുക്ക് കിണർ കണ്ടില്ലേ, അപ്പോൾ ഹാഫിൽ അവർക്കും നമുക്ക് 2 പേർക്ക് വെള്ളം എടുക്കാവുന്ന രൂപത്തിലാണ് ഈ ഒരു കിണർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിണറിലെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വെള്ളം കേട്ടോ നമുക്ക് ഈ തൊട്ടടുത്ത് തന്നെ. കാരണം ഇവിടുത്തെ ഈ ഒരു പരിസരത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ, യാതൊരു ക്ഷാമവുമില്ല. എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. 2.5 സെൻറ്റ് സ്ഥലത്താണെങ്കിൽ കൂടി നമുക്ക് വളരെയധികം സൗകര്യങ്ങളുണ്ട്. കാരണം ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊരു കിച്ചണും അല്ലേ, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹോളൊക്കെ ആയിട്ടില്ലേ. നമുക്ക് ഏതായാലും അകത്തേക്ക് കയറി നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഹോളും അല്ലേ, ഹോളിൽ നിന്ന് സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിലാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. 3 ബെഡ്റൂം വരുന്നത് നമുക്ക് മുകളിൽ തന്നെയാണ്, അപ്സ്റ്റെയറിലാണ്. ഈ ഒരു ഹാളിൽ നമുക്ക് സ്റ്റെയറിനോട് ചേർന്ന് ഈ ഒരു സ്പേസിൽ നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. പിന്നെ ഒരു യൂറോപ്യൻ ടോയ്ലറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു ഓപ്പൺ കിച്ചണില്ലേ, ഈ ഹാളിൽ നിന്ന് നേരെ നമുക്കിവിടെ ഒരു തുറന്ന കിച്ചൺ കാണാൻ പറ്റില്ലേ. വളരെ ഒരു സൗകര്യം അല്ലേ. അതായത് കിച്ചൺ മാത്രമല്ല, കിച്ചണിനോട് ചേർന്ന് കൊണ്ട് നമുക്ക് പുറത്തേക്കില്ലേ ഒരു വർക്ക് ഏരിയ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ടല്ലേ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് കൂടുതൽ സ്പേസ് ഒന്നുമില്ല. വളരെ നമുക്കൊരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ അലക്കയിലിടാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് അലക്കാനും മറ്റുള്ള അലക്കാനും അതുപോലെ തന്നെ അലക്കയിലിടാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ അല്ലേ. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് അടുത്ത വില്ലയുടെ ഒരു വർക്ക് ഏരിയയാണ്, ആ സ്പേസ് കാണാം. അപ്പുറത്തെ ഭാഗത്ത് അവിടെ അലക്കയിലൊക്കെ ഉണ്ടാക്കിയില്ല, അതുപോലെ ഒരു അലക്കൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും വെക്കാട്ടോ, അതിനുള്ളൊരു സൗകര്യം ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി ബെഡ്റൂം കാര്യങ്ങളൊക്കെ കാണാം. അതായത് 3 ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇതൊരു 1200 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. കൃത്യമായിട്ട് നമുക്ക് അളന്ന് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ഇനി മുകളിലേക്ക് കയറി നോക്കാം. വളരെ ഫാസ്റ്റായിട്ട്, അതായത് പാലക്കാട് ടൗണിൽ നിന്നും ഒരു 10 മിനിറ്റിൽ താഴെ മാത്രം ദൂരമാണ് നമുക്ക് ഇങ്ങോട്ടുള്ളത്. 10 മിനിറ്റൊന്നും വേണ്ട, ബൈക്കിൽ വരികയാണെങ്കിൽ അതിന് സ്പീഡായിട്ട് എത്തും. എന്തായാലും വിശാലമായൊരു ബെഡ്റൂം അല്ലേ. പിന്നെ ഒരു ബെഡ് സ്പേസും ഒരു അലമാരക്കുള്ള സ്പേസൊക്കെ ധാരാളം ഉണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് സൗകര്യമില്ല. ബാക്കി 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് അതുകൂടി കാണാം. അതായത് വളരെ എന്താ പറയുക, കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ ഇത്രയും വിശാലമായൊരു വീട് പണിയാമെന്ന് അല്ലെങ്കിൽ വില്ല പണിയാമെന്ന് നമുക്ക് കാണിച്ചു തരാനല്ലേ.
ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത വലിയൊരു ബെഡ്റൂമാണ്, അതിനോട് ചേർന്ന് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത് മാത്രമല്ല പിന്നെ നമുക്കൊരു ബാൽക്കണി കൂടിയുണ്ട്. അതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത. ബാൽക്കണി എന്ന് വെച്ചതാ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മുടെ ഈ ഒരു മുൻവശം കാര്യങ്ങളൊക്കെ കാണാനും ഇവിടെ ഇരിക്കാനും കാപ്പി കുടിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം. ഒരു കൊച്ചു ബാൽക്കണിയാണല്ലേ, മനോഹരം. ഇവിടെ ഈ മുന്നിലൊക്കെ ഈ വീടുകളൊക്കെ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അടിപൊളി നല്ലൊരു നമ്മുടെ കണ്ണുകൾക്കൊക്കെ അല്ലേ കാഴ്ച നയന മനോഹരമായിരിക്കും, അങ്ങനെയല്ല നമ്മൾ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു ബെഡ്റൂം, അത് ഈ ഒരു ഭാഗത്താണ്. മൂന്നാമത്തെ ബെഡ്റൂമും നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. ഇവിടുന്ന് ഇതില്ലേ അത്യാവശ്യം വലുപ്പമുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ് കാണുന്നത്. ഈ ഒരു ജനലിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ഹൈവേക്കെ കാണാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ കയറിയാൽ ഒന്നുകൂടെ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഇനി അധിക ദൂരമൊന്നുമില്ല മുകളിലേക്കില്ലേ, 4 സ്റ്റെപ്പ് വെച്ച മുകളിലേക്കായി. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് അടുത്തുള്ള ചുറ്റുവട്ടത്തൊക്കെ വീടും സ്ഥലവും വേണമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട്, ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് നമുക്ക് ലുലു മാൾ ഇവിടെ ഓപ്പൺ ആയതപ്പോൾ ലുലുവിനോട് ചേർന്നിട്ടില്ലേ ധാരാളം ആളുകൾ ലാൻഡും ഇതൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു പാലക്കാടിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ ഭൂപ്രകൃതിയൊക്കെ കാണാൻ പറ്റും. പഴയ തനിമയൊന്നും ചോർന്നിട്ടില്ല, ഒരു കരിമ്പനയൊക്കെ നമുക്ക് മുൻവശത്ത് കാണാറുണ്ടല്ലേ. പിന്നെ ഇതാ ചുറ്റും നമുക്ക് ഇഷ്ടം പോലെ വീടുകളും വില്ലകളും അല്ലേ. തുടക്കത്തിൽ വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, ഫുൾഫില്ലാണത്. ധാരാളം ആളുകളല്ലേ അതിൻ്റെ നിർമ്മാണ സമയത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാത്തങ്ങളക്കാട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മുന്നിലേക്ക് വെച്ചപ്പോൾ തന്നെ ഫുൾഫില്ലായതാണ്. പിന്നെ ഈ ഒരു പരിസരത്ത് ഏക്കർ കണക്കിന് സ്ഥലത്തിൽ നിരവധി വീടുകളാണ്, നമുക്ക് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് വീട് പുതിയ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇനി എന്താ പെട്ടെന്ന് വില പറഞ്ഞാലോ. ഈ ഒരു പരിസരം എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഹൈവേ കേട്ടോ, നമ്മളാ കാണുന്നത് തന്നെയാണ് ഹൈവേ. അപ്പോൾ എത്ര ദൂരമാണ് ഹൈവേ നിന്ന് ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ, വളരെ അടുത്ത്. പാലക്കാട് ടൗൺ പരിസരത്തുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലേ, വളരെ 10 മിനിറ്റിൽ താഴെ മാത്രമാണ് പാലക്കാട് ടൗണിലേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ്, അതുപോലെ തന്നെ പാലാന ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ലുലു മാൾ, ഇതെല്ലാം നമുക്കൊരു വളരെ അടുത്ത് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്കെല്ലാം കാണുന്നതിൽ, നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും കൂടുതൽ പറയേണ്ടതല്ലേ. നമുക്ക് വിലയാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ്, ഇടനിലക്കാരും തന്നെ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം. മോർ ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ, ഡോക്യുമെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ സമയത്തിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം. വില എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കും. 30 ലക്ഷം രൂപയ്ക്ക് ഒരു മനോഹരമായ ഈ ഒരു യൂറോപ്യൻ വില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുക അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ ഓണറിൽ നിന്ന് 2% പേരിൽ നിന്ന് 1% ഇങ്ങനെയാണ് കമ്മീഷനായി വാങ്ങിക്കാറില്ല അല്ലേ. പിന്നെന്താ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതിൻ്റെ ബൈ.